Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Value-based education shall include universal human values such as isolation, non-violence, peace, righteous conduct, punishment to crime. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇത് ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം കേട്ടോ. സോ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന ടൈമിൽ പറയുന്ന ഒരു കാര്യമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് സ്റ്റുഡൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ടീച്ചിങ്ങിന് മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കണം, ബിൽഡ് ചെയ്തെടുക്കാൻ ടീച്ചിങ്ങിലൂടെ സാധിക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ that helps to shape not just academic knowledge but also the moral compass of individual. So value based education എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ രീതിയിൽ സ്റ്റുഡൻസിൽ മിയർലി അക്കാദമിക് നോളജ് പ്രൊവൈഡ് ചെയ്യുക, അത് മാത്രമല്ല അവർ ലക്ഷ്യമാക്കുന്നത് അതിനോടൊപ്പം തന്നെ നല്ല മോറൽ വാല്യൂസ് ഇൻഡിവിജ്വൽസിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്ക് ക്രിയേറ്റ് ചെയ്യുക, അവർ നല്ലൊരു ഇൻഡിവിജ്വൽ സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കി മാറ്റുക. ഓക്കെ, സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ഇൻഡിവിജ്വൽ ആക്കി മാറ്റുക എന്നുള്ളതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിലെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ചിൽഡ്രൻ essential life values such as honesty, empathy, respect and integrity. So value based educationലൂടെ അത് ചിൽഡ്രനെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, നല്ല നല്ല വാല്യൂസ് ആണ്. അതായത് honesty, empathy, respect and integrity അങ്ങനെയുള്ള നല്ല നല്ല moral values ആണ് സ്റ്റുഡൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. Okay, so by embedding these principles into the educational system, schools and educators create an environment where moral and academic growth coexist. As a result, students learn to apply these values in their everyday lives, which plays a significant role in shaping their future. ഇത് merely പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ബുക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നല്ല നല്ല വാല്യൂസ് സ്റ്റുഡൻസിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സോഷ്യൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യാനും നല്ലൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ മോർ ഓവർ values help enhance emotional intelligence, critical thinking and interpersonal skills. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല moral values പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻസിന് ഇമോഷണൽ ഇന്റലിജൻസും ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. When children are nurtured with these principles, they develop a deeper understanding of their responsibilities toward themselves and society. അപ്പോൾ ഈ ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനിലൂടെ ഇങ്ങനെ നല്ല നല്ല വാല്യൂസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള അതുപോലെ തന്നെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്ലിയർലി മനസ്സിലാകുന്നതിനും നല്ലൊരു ഇൻഡിവിജ്വലിനെ നമുക്ക് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇങ്ങനെ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ. ഓക്കെ, സോ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഗോസ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക്, molding well-rounded individuals equipped to contribute meaningfully to their communities. Okay, ഇതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ എക്വയർഡ് വാല്യൂസ് ആണ്. അതായത് ദേ ആർ ലേൺ ഫ്രം എക്സ്പീരിയൻസ്. നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ലൈഫിലെ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്തെടുക്കുന്ന വാല്യൂസ് ആണ് എക്വയർഡ് വാല്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നേറ്റ് വാല്യൂസ് ഉണ്ട്. ഇന്നേറ്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ ആ പ്രസന്റ് ഇൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത്, നമ്മുടെ ജന്മന നമുക്ക് ലഭിക്കുന്ന ഇൻഹെറിറ്റഡ്ലി നമുക്ക് ലഭിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്നേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. Next one, universal values are qualities that are recognized across culture and societies. Three of the most critical universal values are honesty, integrity and respect. അപ്പോൾ universal values എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിൽ വരുന്ന രണ്ട് കാറ്റഗറിയാണ് കൾച്ചറൽ വാല്യൂസും സൊസൈറ്റിയൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എടുത്തു പറയുന്ന മൂന്ന് വാല്യൂസ്, യൂണിവേഴ്സൽ വാല്യൂസിൽ വരുന്ന മൂന്ന് വാല്യൂസ് എന്ന് പറയുന്നത് honesty, integrity and respect ആണ്. ഓക്കെ, ഇനി കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ കൾച്ചറൽ വാല്യൂസ് ആർ പാസ് ഡൗൺ ത്രൂ ജനറേഷൻസ് ആൻഡ് റെപ്രസെന്റ് ദ ഷെയർഡ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ ജനിച്ചു വളരുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, സോ അവിടെ നിന്ന് നമുക്ക് എന്താ പറയുക ജനറേഷൻസിലൂടെ പാസ് ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന വാല്യൂസ് ആണ് നമ്മുടെ കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൊസൈറ്റിയൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ
It includes the collective ethics that define a society's approach to law, social interaction, and responsibility, etc. These values teach children their roles and responsibilities within their immediate and broader community. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ സൊസൈറ്റി, ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒക്കെ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ നിയമങ്ങൾ അല്ലേ, ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂസ് ഉണ്ട്. അതിനാണ് സൊസൈറ്റിയൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേരുന്നതാണ് എന്ത് യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് ടൈപ്സ് ഓഫ് വാല്യൂസ് ഉണ്ട്. അതാണ് ഹ്യൂമൻ വാല്യൂസ്, പേഴ്സണൽ വാല്യൂസ്, ഫാമിലി വാല്യൂസ്, സോഷ്യോ കൾച്ചറൽ വാല്യൂസ്, മോറൽ വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, എസ്തെറ്റിക് വാല്യൂസ്, സ്പിരിച്വൽ വാല്യൂസ്, മെറ്റീരിയൽ വാല്യൂസ്, പ്രാഗ്മാറ്റിക് വാല്യൂസ്, എക്സെട്ര. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഈ എന്താ പറയുക, വാല്യൂ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ സ്റ്റേജസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിനായിട്ട് വരുന്ന ഒന്നാണ് ഇത് ഓർഡറിലാക്കുക. ഇത് ഷഫിൾ ചെയ്ത് തരും. ഈ സ്റ്റെപ്സ് എന്നുള്ളത് ഷഫിൾ ചെയ്ത് തന്നിട്ട് ഓർഡറിലാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓരോ സ്റ്റെപ്പിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം സ്റ്റേജസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂ കളക്ഷൻ സ്റ്റേജ് ആണ്. വാല്യൂ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ പുതിയ പുതിയ വാല്യൂസ് നമ്മൾ കളക്ട് ചെയ്യാണ്. ആ ഒരു സ്റ്റേജാണ് വാല്യൂ കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂ അസസ്മെന്റ് ആണ്. അതായത് ഇന്നർ ഇവാലുവേഷൻ നടക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ നമ്മളിലേക്ക് ഒരു പുതിയ വാല്യൂ എത്തുന്ന ടൈമിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, ഇത് നല്ലതാണോ, ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതാണോ, നമുക്ക് ഗുണമാണോ ഉണ്ടാവുക, അതല്ല ദോഷമാണോ ചെയ്യുക, നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകണോ. അങ്ങനെ നമ്മൾ ഇന്നർ ഇവാലുവേഷൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് വാല്യൂ അസസ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂ ക്ലാരിഫിക്കേഷൻ സ്റ്റേജ് ആണ്. അതായത് എക്സ്പോഷർ ടു അതർ വാല്യൂസ്. ഇതൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എക്സ്പോഷർ ടു അതർ വാല്യൂസ് നടക്കുന്ന സ്റ്റേജ് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് വാല്യൂ ക്ലാരിഫിക്കേഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, സോ ഇതിൽ ഫോർത്ത് സ്റ്റേജ് ആണ് വാല്യൂ കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതും ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സ്റ്റേജ്, വാല്യൂ എഡ്യൂക്കേഷനിലെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ഏതാണ്, അങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് വാല്യൂ കൺസോൾട്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂ എഡ്യൂക്കേഷനിൽ 4 സ്റ്റേജസ് ആണുള്ളത്. വാല്യൂ കളക്ഷൻ, വാല്യൂ അസസ്മെന്റ്, വാല്യൂ ക്ലാരിഫിക്കേഷൻ ആൻഡ് വാല്യൂ കൺസോൾട്ടേഷൻ. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഷോൾ ഇൻക്ലൂഡ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് സച്ച് ആസ് ഐസൊലേഷൻ, നോൺ വയലൻസ്, പീസ്, റൈറ്റ്ഷ്യസ് കോണ്ടക്ട്, പണിഷ്മെന്റ് ടു ക്രൈം. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇതിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ, ഐസൊലേഷൻ വരില്ല, നോൺ വയലൻസ് വരും, പീസ് വരും, റൈറ്റ്ഷ്യസ് കണ്ടക്ട് വരും, പണിഷ്മെന്റ് ടു ക്രൈം വരും, അത് വരില്ല അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ബി, സി ആൻഡ് ഡി ഓൺലി ആണ് വരിക. ഓക്കെ, നോൺ വയലൻസ്, പീസ് ആൻഡ് റൈറ്റ്ഷ്യസ് കോണ്ടക്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ വാല്യൂസ് ആയിട്ട് വരുന്നത്, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ നമുക്കറിയാം നമ്മൾ സൊസൈറ്റി പറയുന്ന, നമ്മുടെ കൾച്ചർ പറയുന്ന നല്ല നല്ല വാല്യൂസ് ഏതൊക്കെയാണോ അതൊക്കെയാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് വരുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷന്റെ കൂടെ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു ടേം ആണ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. So holistic education എന്ന് പറയുമ്പോൾ it is a movement in education that seeks to engage all aspects of the learner including mind, body and spirit. അതായത് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് എഡ്യൂക്കേഷനിലെ വേറൊരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് പറയാം. ഇതിൽ എന്താ വെച്ചാൽ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ലേണറുടെ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ രീതിയാണ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ അപ്രോച്ച് ദാറ്റ് സീക്സ് ടു അഡ്രസ് ദ ഇമോഷണൽ, സോഷ്യൽ, എത്തിക്കൽ ആൻഡ് അക്കാദമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എൻ ഇന്റഗ്രേറ്റഡ് മാനർ. ഇതെല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് മാനറിൽ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. It focuses on developing various aspects of a learner, including intellectual, emotional, social, physical and moral development. Okay, അപ്പോൾ ഇങ്ങനെ പല പല ഏരിയാസ് ഒരു ലേണറിലെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പല പല ഏരിയാസിനെ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ രീതിയാണ് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ancient buildings named Ratnasagara, Ratnadadi and Ratnaranjaga were part of which of the following university of ancient India? So ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: തക്ഷശില, ഒദാന്തപുരി, നളന്ദ, ശ്രീധന്യ, കഥക്. അപ്പോൾ രത്നസാഗര, രത്നാദതി ആൻഡ് രത്നരഞ്ജക ഈ എല്ലാ ബിൽഡിങ്സും ഉൾപ്പെട്ടിരുന്നത് ഇതിൽ ഏത് ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, നളന്ദയാണ്.
സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിഫറെന്റ് ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് ആയ ടാക്സില, നളന്ദ, വല്ലഭി, ജഗദ്ദല, മിഥില, നാദിയ, തെൽഹാര, സോമപുര, ഇതിനെല്ലാം പറ്റിയിട്ട് ഇതിൻ്റെല്ലാം കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണുക. അപ്പോൾ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്ത രണ്ടെണ്ണമാണ് ഒദാന്തപുരി അതുപോലെ തന്നെ ശ്രീധന്യ കഥക് എന്ന് പറയുന്നത്. സോ നമുക്ക് അത് എന്താണെന്നൊന്ന് നോക്കാം. So first one ആണ് ഒദാന്തപുരി. ഒദാന്തപുരി എന്ന് പറയുമ്പോൾ it is established by Dharmapala, Pala dynasty. The famous professor Acharya Sri Ganga is graduated from here. ഓക്കെ, അപ്പൊ ഈ ഒരു ഒദാന്തപുരി എസ്റ്റാബ്ലിഷ് ചെയ്തത് പാല ഡൈനാസ്റ്റിയിലെ ധർമ്മപാല എന്ന് പറയുന്ന ഒരു കിങ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫസർ ആയിരുന്നു ആചാര്യ ശ്രീ ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ സിറ്റുവേറ്റ് ചെയ്യുന്നത് ബീഹാറിലെ മഗാധ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ പഠിപ്പിച്ചിരുന്ന മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് വേദിക് സ്ക്രിപ്റ്റേഴ്സും അതുപോലെ ബുദ്ധിസവും ആയിരുന്നു. ഇതാണ് ഒദാന്തപുരി. ഇനി അടുത്ത ശ്രീധന്യ കഥക് ആണ്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ശ്രീധന്യ കഥക് യൂണിവേഴ്സിറ്റി അറ്റൈൻ ഫെയിം ആസ് എ സീറ്റ് ഓഫ് ലേണിംഗ് ഫോർ ബോത്ത് ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധിസ്റ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സിദ്ധ നാഗാർജുന. ശ്രീധന്യ കഥക് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ കൃഷ്ണ. ഓക്കെ, അപ്പൊ കൃഷ്ണ നദിയുടെ തീരത്താണ് ശ്രീധന്യ കഥക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സിദ്ധ നാഗാർജുന, അദ്ദേഹം ആ ഒരു പേര് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ആൻഡ് ബുദ്ധ സിസ്റ്റം ഓഫ് ലേണിംഗ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു പോയിന്റും ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് രത്നസാഗര, രത്നോദതി ആൻഡ് രത്നരഞ്ജക എന്ന് പറയുന്ന ബിൽഡിങ്സ് ഏത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു, ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു എന്നാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി നളന്ദയാണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. The names of the famous scholars like Raghunatha, Raghunandan and Sri Chaitanya are associated with which of the following ancient universities? Option A Sridhanya Kathak, option B Vikramshila, option C Shakya, option D Odantapuri. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രഘുനാഥ, രഘുനന്ദൻ ആൻഡ് ശ്രീ ചൈതന്യ ഈ മൂന്ന് സ്കോളേഴ്സ് ഏത് ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി വിക്രംശിലയാണ്. സോ വിക്രംശില എന്ന് പറയുന്ന ആൻഷ്യൻ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ വിക്രംശില എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ പാല കിങ് ധർമ്മപാല ഇൻ ദ ലേറ്റർ 7th century BCE. It was located in the northern Magadha region, that is 15 kilometers east of Bhagalpur in Bihar, in the banks of river Ganga. Specialized in the subject of Tantrism, മഹായാന എന്ന് പറയുന്നത് താന്ത്രിസം ആണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ ബിൽഡിംഗ് വാസ് കോൾഡ് വിഗ്യാൻ ഭവൻ. ഓക്കെ, ഈ ഓരോരോ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ഓരോരോ പോയിന്റ്സും ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് അത് റിവൈസ് ചെയ്യാനും ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. സോ ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് തിങ്കേഴ്സിന്റെ നെയിമാണ് തന്നിട്ടുള്ളത്. അതുപോലെ ലിസ്റ്റ് 2 കുറച്ച് ബുക്ക് ഓർ സബ്ജക്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് 1 ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഭരതമുനി, ബി പതഞ്ജലി, സി വാഗ്ഭട്ട് ആൻഡ് ഡി ബ്രഹ്മഗുപ്ത. ലിസ്റ്റ് 2 നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അഷ്ടാംഗ സംഗ്രഹ, സെക്കൻഡ് ഓപ്ഷൻ മഹാഭാസ്യ, തേർഡ് ഓപ്ഷൻ ബ്രഹ്മാസ് ഫുഡ് പ്രിൻസിപ്പിൾ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നാട്യശാസ്ത്രം. ഇതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇതിൽ ചിലതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും അല്ലെ. ഭരതമുനി എന്ന് പറയുന്നത് നാട്യശാസ്ത്രമാണ്, നമുക്ക് അറിയുന്ന ഒന്നാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും. എ ഫോർത്ത് ആയിട്ട് 2 ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ പതഞ്ജലി ആണ്. പതഞ്ജലി, അതുപോലെ വാഗ്ഭട്ട് തന്നിട്ടുണ്ട്, അതുപോലെ ബ്രഹ്മഗുപ്ത നേരിട്ട് നമുക്ക് ഓപ്ഷനിൽ കിട്ടും. ബ്രഹ്മഗുപ്ത എന്ന് പറയുന്നത് ബ്രഹ്മാസ് ഫുഡ് പ്രിൻസിപ്പിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഡി എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ 2 ഓപ്ഷനും ഓപ്ഷൻ എ 4ഉം ഓപ്ഷൻ ഡി 3ഉം ആണ് വരുന്നത്. ഇനി നമുക്ക് പതഞ്ജലി ഉണ്ട്, വാഗ്ഭട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാ വരിക? പതഞ്ജലി എന്ന് പറയുന്നത് സെക്കൻഡ് വൺ. പതഞ്ജലി എന്ന് പറയുന്നത് മഹാഭാസ്യ, അദ്ദേഹത്തിന്റെ ബുക്കാണ് മഹാഭാസ്യ എന്ന് പറയുന്നത്. അതുപോലെ വാഗ്ഭട്ട് എന്ന് പറയുന്നത് അഷ്ടാംഗ സംഗ്രഹ. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. തിങ്കറുടെ പേരും അവരുടെ ബുക്കിന്റെ പേരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഭരതമുനി നാട്യശാസ്ത്ര, പതഞ്ജലി മഹാഭാസ്യ, വാഗ്ഭട്ട് അഷ്ടാംഗ സംഗ്രഹ ആൻഡ് ബ്രഹ്മഗുപ്ത എന്ന് പറയുന്നത് ബ്രഹ്മാസ് ഫുഡ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 നമുക്ക് ഓതേഴ്സിന്റെ നെയിമാണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2 എന്ന് പറയുമ്പോൾ ആൻഷ്യൻ ടെക്സ്റ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് എ ഗൗതം, ബി പതഞ്ജലി, സി കൗഡില്യ, ഡി കാനട്ട്. ലിസ്റ്റ് 2 നമുക്ക് തന്നിട്ടുള്ളത് വൈശേഷിക സൂത്ര, ന്യായ സൂത്ര, യോഗ സൂത്ര ആൻഡ് ഇക്കണോമിക്സ്. അപ്പൊ ഇതിൽ നമുക്ക്
അറിയാവുന്നതെല്ലാം മാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ ഗൗതം നമുക്കറിയാം ന്യായശാസ്ത്രയാണ് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും. A2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി പതഞ്ജലി ഉണ്ട്, പതഞ്ജലി യോഗ റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്നത് 3 ആയിരിക്കും. B3 ആയിട്ട് വരുന്ന സെക്കൻഡ് ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ആൻസർ എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. എന്നാലും ബാക്കി നമുക്ക് നോക്കാം. തേർഡ് വൺ കൗഡില്യ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യുന്നത് ഇക്കണോമിക്സ് ആണ്. കൗഡില്യ റിലേറ്റഡ് ടു ഇക്കണോമിക്സ്. അതുപോലെ കാനഡ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു വൈശേഷിക സൂത്ര. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇതും അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ് advocated western education for Indians in the early 19th century? സോ ഏർലി 19th സെഞ്ച്വറിയിൽ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അഡ്വക്കേറ്റ് ചെയ്ത പേഴ്സണാലിറ്റി ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് രാജാറാം മോഹൻ റോയ്, ലോർഡ് ഹാർഡിംഗ്, മഹാത്മാഗാന്ധി ആൻഡ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഇത് അറിയില്ല വെച്ചാൽ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അപ്പോൾ ലിസ്റ്റ് 1 നമുക്ക് കുറച്ച് ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരാണ് തന്നിട്ടുള്ളത്. അതുപോലെ ലിസ്റ്റ് 2 ഡൊമൈൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിന്റെ പേർപ്പസും എന്താണെന്ന് നോക്കാം. റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. ടേബിൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് IIAS എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് IIAS എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഷിംല, ഹിമാചൽ പ്രദേശിലാണ്. അത് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് നിലവിൽ വന്നത് 1965 ഇനി അതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓട്ടോണമസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫോക്കസസ് ഓൺ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ദ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ് ആൻഡ് നാച്ചുറൽ സയൻസസ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഏതിൽ ഫോക്കസ് ചെയ്യുന്നതാണ്? അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ആൻഡ് നാച്ചുറൽ സയൻസസ്. ഓക്കെ, ഇതൊരു ഓട്ടോണമസ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അടുത്തത് നോക്കാം. ICSSR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അതാണ് ICSSR എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത് നിലവിൽ വരുന്നത് 1969. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പേർപ്പസ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത് വെച്ചാൽ ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് ടു ഫോസ്റ്റർ എ സ്ട്രോങ്ങർ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ഇൻ ദ കൺട്രി. ഓക്കെ, അപ്പൊ ഇത് മെയിൻലി റിലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് റിസർച്ച് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ICHR ഉണ്ട്. ICHR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ തന്നെയാണ്. നിലവിൽ വരുന്നത് 1972 ടു പ്രൊമോട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആൻഡ് എൻകറേജ് ഒബ്ജക്റ്റീവ് ആൻഡ് സയന്റിഫിക് റിസർച്ച് ഓൺ ഹിസ്റ്റോറിക്കൽ സബ്ജക്ട്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി അടുത്തത് ICPR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഫിലോസോഫിക്കൽ റിസർച്ച്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1977 ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ ഫിലോസഫി ആൻഡ് ടു ഫോസ്റ്റർ ഫിലോസഫിക്കൽ തിങ്കിങ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് NCRI, നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹൈദരാബാദ് ആണ്. ഓക്കെ, നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NCRI. ഇനി ഇതിന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1995. It is set up by Ministry of Education to promote rural higher education. It focuses on rural development through education and training. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സെറ്റപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ. ഇറ്റ് ഫോക്കസസ് ഓൺ റൂറൽ ഡെവലപ്മെന്റ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ICAR ആണ്. ICAR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ഇത് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1929. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഓവർസീസ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് ദ കൺട്രി. ഓക്കെ, ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 1942 നിലവിൽ വരുന്നത്. ടു പ്രൊമോട്ട് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് റിസർച്ച് ഏരിയാസ് ഇൻക്ലൂഡിംഗ് എഞ്ചിനീയറിംഗ്, ഫിസിക്കൽ സയൻസസ് ആൻഡ് ബയോളജിക്കൽ സയൻസസ്. നമുക്കറിയാം, നമ്മൾ CSIR നെറ്റ് എന്നെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നെറ്റ് എക്സാം നടത്തുന്നത് CSIR ആണ്. നെക്സ്റ്റ് വൺ NCVET, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇത് നിലവിൽ വരുന്നത് 2018.
to regulate and certify vocational education and training institutions in India, ensuring quality standards in vocational training. Okay, അപ്പോൾ ഇതാണ് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്, NCVET. എക്കണോമിക്സ് നോക്കുക, അതുപോലെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് നോക്കുക, പിന്നെ എന്താണ് പേർപ്പസ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ NCTE ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇത് നിലവിൽ വരുന്നത് 1995-ലാണ്. പക്ഷെ ഇതിന്റെ ആക്ട് എന്ന് പറയുന്നത് NCTE ആക്ട് വന്നത് 1993-ലാണ്. പേർപ്പസ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, NCTE കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ, കാരണം അത് ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് COA എന്ന് പറയുന്നത്, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. സോ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് 1972 ആണ്. മെയിൻ പർപ്പസ് ടു റെഗുലേറ്റ് ദ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷൻ ഓഫ് ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ AICTE. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ്. 1945-ലാണ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഇനി പേർപ്പസസ് എന്ന് പറയുന്നത് AICTE is an advisory body for technical education. സോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അഡ്വൈസറി ബോഡിയാണ് AICTE എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ആൻഡ് ഹാസ് ബിഗൺ the formulation, maintenance and planning of norms and standards. It is monitoring the accreditation, checking the courses and programs and funding the priority areas in the field of technical education to ensure coordinated and integrated development of the colleges. For technical education related ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, AICTE എന്ന് പറയുന്നത്. സോ ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ട്, അതായത് formulation, maintenance and planning of norms and standards related to technical education. അതുപോലെ accreditation monitor ചെയ്യുക, അതുപോലെ courses and programs ചെക്ക് ചെയ്യുക, ഫണ്ട് ചെയ്യുക, പ്രയോറിറ്റി ഏരിയസിന്, അങ്ങനെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് 1911-ലാണ്, 1911-ലാണ്. As India's apex body of biomedical research, it contributes to the formulation of evidence-based health policies and programs through its guidelines, regulations and policy inputs. Okay, അപ്പോൾ ഇതാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് NAAC എന്ന് പറയുന്നത് കേട്ടോ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. NAAC ഇത് വരുന്നത് 1994-ലാണ്. ഇനി ഇതിന്റെ പേർപ്പസ്, NAACന്റെ പേർപ്പസ് എന്ന് പറയുന്നത്, NAAC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. UGC ആണ് NAAC എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1994-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആസ് എൻ ഓട്ടോണമസ് ബോഡി ടു അസസ് ആൻഡ് അക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. NAAC accredits and rates higher educational institutions in India based on quality parameters. നമുക്കറിയാം ഡിഫറെന്റ് കോളേജസ് ഒക്കെ അല്ലേ അക്രെഡിറ്റ് ചെയ്യുന്നത് NAAC ആണ്. അപ്പോൾ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അക്രെഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് NAAC എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് NIEPA, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് നിലവിൽ വരുന്നത് 1962-ലാണ്. ഇറ്റ് ഇസ് എ പ്രീമിയർ ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് റിസർച്ച് ഇൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഇൻ സൗത്ത് ഏഷ്യ. ഇതാണ് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, NIEPA ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് NBA ആണ്, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. ഇത് നിലവിൽ വരുന്നതും 1994-ലാണ്. സോ നമ്മളിപ്പോൾ തൊട്ട് മുൻപ് NAACന്റെ കാര്യം പറഞ്ഞല്ലോ, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് NAAC UGC ആണ് അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ NBA, നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് AICTE ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ടു അസസ് ദ, എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അസസ് ദ ക്വാളിറ്റേറ്റീവ് competence of the programs offered by educational institution from diploma level to postgraduate level in engineering and technology, management, pharmacy, architecture and related disciplines which are approved by AICTE. So AICTE approved ആയിട്ടുള്ള കോഴ്സുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതിൻ്റെയൊക്കെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ടാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, NAAC എന്ന് പറയുന്നത് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതാണ് UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 1956-ലാണ്, അതൊന്ന് ശ്രദ്ധിക്കുക, 1956-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ചാർജ്ഡ് വിത്ത് കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് standards of higher education in India. It provides recognition to universities in India and disbursement of funds to such recognized universities and colleges. നമുക്കറിയാം ഇത്രയും കാര്യങ്ങളാണ് UGC ചെയ്യുന്നത്. ഓക്കെ,
സോ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഈ 3-4 ടേബിൾസ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് ലിസ്റ്റ് 1 കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റ് 2 അതിന്റെ ഡൊമൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, പർപ്പസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NIEPA, സെക്കൻഡ് വൺ ICSSR, തേർഡ് വൺ NAAC NAC ആണ്, ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ AICTE ആണ്. അപ്പോൾ ഏതൊക്കെ വരിക? ടു പ്രൊമോട്ട് ക്വാളിറ്റി ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം AICTE ആണ് അല്ലേ. അപ്പോൾ D എന്ന് പറയുന്നതായിരിക്കും 1 വരിക. സോ D1 വരുന്നത് ആകെ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, തേർഡ് ഓപ്ഷൻ. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരിക. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. ടു അക്രെഡിറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രെഡിറ്റ് ചെയ്യുന്നത് ഏതാണ്? NAC ആണ് അല്ലേ. അപ്പോൾ C ആണ് 2 ആയിട്ട് വരിക. അടുത്തത് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് വന്നിട്ട് NIEPA ആയിരിക്കും, A3 എന്ന് വരും. ടു പ്രൊമോട്ട് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR ആയിരിക്കും. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ. The professional organization that oppose the inclusion of its educational discipline under NCHER was? Option A, Education Council of India. Option B, Dental Council of India. Option C, Architectural Council of India. And option D, Bar Council of India. അപ്പോൾ NCHER എന്താണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് NCHER എന്ന് പറയുന്നത്. സോ ഇതിൽ ഏത് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ് NCHER-നോട് മേർജ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഷൻ നടത്താം എന്നുള്ളത് ഒപ്പോസ് ചെയ്ത് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ആൻസർ ഡി, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. 9th question നോക്കാം. According to the new education policy 2020, who among the following must be at the center of fundamental reforms in the education system? Option A, policy makers. Option B, teachers. Option C, industry leaders. And option D, administrators. ആരായിരിക്കും? ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ചിട്ട് ആരാണ് ഫണ്ടമെന്റൽ റിഫോം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഫണ്ടമെന്റൽ റിഫോംസ് കൊണ്ടുവരുന്നതിന് സെന്റർ ആയിട്ട് നിൽക്കുന്ന ആൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്? ടീച്ചേഴ്സിനാണ് അല്ലെ. അപ്പോൾ അവിടെ വരുന്നത് ടീച്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10th question. The National Education Policy 2020 recommended certain verticals under Higher Education Commission of India. They are. അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രപ്പോസ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 4 വെർട്ടിക്കൽസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. NHERC, NAC, HEGC, GEC ആൻഡ് OLC. അപ്പോൾ ഇവിടെ NHERC എന്ന് പറയുന്നത് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ, NAC എന്ന് പറയുമ്പോൾ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, HEGC എന്ന് പറയുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ്സ് കൗൺസിൽ, GEC എന്ന് പറയുമ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, OLC എന്ന് പറയുമ്പോൾ ഓപ്പൺ ലേണിംഗ് കൗൺസിൽ. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ABCD ഓൺലി ആണ്. NHERC, NAC, GEC അതുപോലെ HEGC ഈ 4 4 വെർട്ടിക്കൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 പ്രപ്പോസ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ 4 വെർട്ടിക്കൽസ് ആണ് NHERC, NAC, HEGC അതുപോലെ GEC എന്ന് പറയുന്നത്. ഇതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി കൂടി കുറച്ച് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ ചിലപ്പോൾ ഒന്ന് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നതാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 കീ പോയിന്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കാരണം അതിൽ നിന്ന് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.